ഷെയ്ബ കിച്ചണിലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കക്കറൊട്ടിയാണ്. നമ്മുടെ തലശ്ശേരിക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കക്കറൊട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക്. ഞാനിതിപ്പം ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും കൊഞ്ചം വെച്ചിട്ടും ഒക്കെ ചെയ്യാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയണേ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരി ഒന്ന് കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാനിതാ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അരി ഒന്ന് കുതിർക്കുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിതാ പുഴുങ്ങൽ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ല, അതാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 കപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ, ഇല്ലെങ്കിൽ വല്ലാതെ അങ്ങ് കുതിർന്നു പോകും. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോകും. അതുകൊണ്ടാണ് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം. നമ്മളിപ്പോൾ രാത്രിയൊക്കെ കുതിർത്ത് വെച്ചാൽ മതി. രാവിലത്തേക്കാണെങ്കിൽ രാത്രിയാണെങ്കിൽ രാവിലെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 3-4 മണിക്കൂർ വരെ ഇതൊന്ന് കുതിർന്ന് കിട്ടണം. ആദ്യം തന്നെ ഇതൊന്ന് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അരക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് അരച്ചെടുക്കാം. അരി ഇപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് ഞാനിത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇനി ഇതിലേക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതാ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഉള്ളി കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇത് അമ്മിമേലിട്ട് തന്നെ ഇത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അമ്മിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയും കൂടി കൂട്ടി കൊടുക്കും. പിന്നെ അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊന്നി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പുഴുങ്ങലരി പൊന്നി അരി. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടുതലങ്ങ് മഷി പോലെ ഒന്നും അരയേണ്ട, ചെറിയൊരു തരി തരി പോലെ ഉണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. നമ്മളിതിൽ പിന്നെ അരിപ്പൊടി കൂട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ അമ്മിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് അമ്മിയിൽ തന്നെ അങ്ങ് അരച്ചെടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് ഇതന്നെ അങ്ങ് അമ്മിയിൽ അരച്ചെടുത്താൽ മതി. അന്നേരം ഇങ്ങനെ പൊടിയൊന്നും കൂട്ടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്കിപ്പോൾ അമ്മിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ലൂസാക്കിയിട്ട് അങ്ങനെ അരച്ചെടുക്കണ്ടേ, കുറച്ചൊന്ന് അരിഞ്ഞ് കിട്ടുന്ന ലൂസ് മാത്രം മതി. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം അരിപ്പൊടിയാണ്. ഞാനിത് ആമീസിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ഒറോട്ടിപ്പൊടി. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ അരക്കുന്നത് പോലെയായിരിക്കും ഈ ഒറോട്ടിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ നല്ലോണം ലൂസായിട്ട് അരക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ വേണ്ടി വരും. അതുകൊണ്ടൊന്ന് അരഞ്ഞ് കിട്ടുന്ന അത്ര ലൂസിൽ മാത്രം ഇത് അരച്ചെടുക്കുക. ഇതൊന്ന് ടൈറ്റായി കിട്ടുന്നത് വരെ നമുക്ക് ഈ ഒറോട്ടിപ്പൊടി ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഒന്ന് ഉരുട്ടി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈറ്റിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമുക്കിങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞാൽ ഉരുട്ടിയാൽ കിട്ടണം. അപ്പോൾ ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുട്ടിയിട്ട് കൊടുക്കാം. ഇതൊന്ന് പിന്നെ ഉരുട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കയ്യിലേക്ക് ആക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ആക്കിയതിന് ശേഷം കുറച്ച് ഇതിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ എടുത്ത് ഒന്നിങ്ങനെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്ര കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഉരുട്ടിയതിന് ശേഷം നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഉണ്ടാവും. ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇത് മൊത്തം ഉരുട്ടിയെടുക്കണം. വലിപ്പം കൂടുതൽ വലുതായി പോകണ്ട, അന്നേരം ഒരു കാണാനും കഴിക്കാനും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കുഞ്ഞായിട്ട് ഇങ്ങനെ എടുക്കാം. ഇതുപോലെ മൊത്തം നമുക്ക് ഒന്ന് ഉരുട്ടിയെടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ഏകദേശം ഇതാ ഒരു ട്രിപ്പിനുള്ളത് ആയിട്ടുണ്ട് കേട്ടോ. വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണ്ട. ഇതും കൂടി കഴിഞ്ഞാൽ ഇത് വേവിച്ചെടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ അടിഭാഗമൊന്നും വെന്ത് കിട്ടത്തില്ല. ഇത് കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിഭാഗം പിന്നെ വെന്ത് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇടാൻ വേണ്ടിയിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കണം. 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതെല്ലാം കൂടിയിട്ട് ഉരുട്ടി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തതും കൂടി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം ഒന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ അങ്ങ് വന്നോളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ഇറച്ചിൻ്റെ ഒരു കൂട്ടുണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിൻ്റെ ഒരു മണം പോകാൻ വേണ്ടി ഇത്തിരി വിനീഗറും കൂടി ഒഴിച്ച് കഴുകിയാൽ മതി. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട്. 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് 3ഉം നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണേ. 2 ടീസ്പൂൺ നിറച്ച് ഞാൻ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൊടിച്ചതാണ്. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 7-8 വിസിൽ വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് ബീഫൊന്ന് വെന്ത് കിട്ടാൻ. ഒരു 7-8 വിസിലടിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൻ്റെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് 7 വിസിലോളായി വന്നിട്ട് ഇനിയിപ്പോൾ ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബീഫൊക്കെ നല്ല പാകത്തിന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 7 വിസിലാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ബീഫൊക്കെ പാകത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ കൂട്ടും കൂടി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കാം. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തേങ്ങ കറക്റ്റ് പാകത്തിനുള്ള അളവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി ഇതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ അരപ്പും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. നല്ല മഷി പോലെ ആവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണേ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ. ഈ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഇതാ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതാ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ബീഫ് അങ്ങ് ഇട്ടതിന് ശേഷം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളക്കണം.
ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഇതിന് പാകത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ ഈ സമയത്ത് തന്നെ നോക്കണേ. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഇതിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ തിളക്കുന്ന സമയത്ത് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിലങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഇതൊന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇത്തിരി ലൂസായിട്ടാണ് ഉണ്ടാവാൻ. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പാകത്തിന് ടൈറ്റായി കിട്ടും. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇത് റെഡിയായിട്ട് വരും. ഇതിപ്പോൾ ഓഫാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വരും. ഇത് ശരിക്കും തണുത്തിട്ടാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവാൻ. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. കാണുമ്പോൾ ഫസ്റ്റായിട്ട് കാണുമ്പോൾ ഒരുപാട് പണിയൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നും. ഈ ഉരുട്ടിയെടുക്കലൊക്കെ അതൊക്കെ എളുപ്പമാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കുന്നതൊക്കെ അവരൊക്കെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയണം. ഇൻഷാ അല്ലാഹ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിലും അതും പറയുക. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് പറയുക. നിങ്ങളുടെ അഭിപ്രായം കേട്ടാലാണ് നമുക്ക് എന്നും കൂടുതലായിട്ട് നന്നാക്കാനും എന്തൊക്കെ ഫോൾട്ട് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം.